ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ പെയിൻറ്റിങ് നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ വീട്ടിൽ തൂക്കും? പക്ഷേ ചലഞ്ച് ഏറ്റെടുക്കുന്നതിന് മുന്നേ ഈ പെയിൻറ്റിങ്ങിന് പിന്നിലുള്ള ചെറിയൊരു കഥ പറയാം. 1950 ഒരു ഇറ്റാലിയൻ ചിത്രകാരനായിട്ടുള്ള ജിയോവാനി ബ്രക്കോളിയാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേര് ദ ക്രൈയിങ് ബോയ് എന്നാണ്. ഈ ചിത്രം കുറേ ആളുകൾ അക്കാലത്ത് മേടിച്ച് അവരുടെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് വരുന്നത് ഈ പെയിൻറ്റിങ് തൂക്കിയ വീടുകളിലെല്ലാം തന്നെ തീപിടുത്തമുണ്ടായി എന്നതിലാണ്. ആ തീപിടുത്തത്തിൽ എല്ലാം കത്തി നശിച്ചു. പക്ഷേ ഈ പെയിൻറ്റിങ്ങിന് മാത്രം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവിടെ വന്ന ഫയർ വർക്കേഴ്സ് ആകെ മൊത്തം ആശയക്കുഴപ്പത്തിലായി. ഈ പെയിൻറ്റിങ്ങിൽ ഒരു കരി പോലും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നാളുകൾ പോകെ ഈ പെയിൻറ്റിങ് വെച്ച എല്ലാ വീടുകളിലും തീപിടുത്തം ഉണ്ടായി. അങ്ങനെ ഈ പെയിൻറ്റിങ് വെച്ചിട്ടുള്ള തീപിടുത്തം ഇല്ലാത്ത വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ഈ പെയിൻറ്റിംഗ് ആണ് ഈ തീപിടുത്തം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞ് ഈ പെയിൻറ്റിങ്ങിനെ കത്തി നശിപ്പിച്ചു. അങ്ങനെ ഈ പെയിൻറ്റിങ്ങിന് ഒരു പേരും വന്നു, ദ കേഴ്സ്ഡ് പെയിൻറ്റിങ്. കാലക്രമേണ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫയർ റെസിസ്റ്റൻസ്, അതായത് തീപിടുത്തം ഉണ്ടാവാത്ത മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഈ പെയിൻറ്റിങ്ങിന് മാത്രം ഒന്നും പറ്റാത്തതെന്നാണ്. അപ്പോഴും അവിടെ മിസ്റ്റീരിയസ് ആയിട്ട് തുടരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ് വെച്ച എല്ലാ വീട്ടിലും തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. സോ ഇനി നിങ്ങൾ പറയൂ, നിങ്ങളിൽ എത്ര പേർ ഈ പെയിൻറ്റിങ് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കും? ഉത്തരം കമൻറ്റിൽ പറയും. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ഇത് അൺനോൺ ഫയൽസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും. ഓക്കെ, ബൈ.